അനദർ ഡേ അനദർ ബ്ലൈൻഡ് ബൈ. ഇന്നത്തെ താരം എവനാണ്. ഇത് റിപ്സിന്റെ കോസ്റ്റ ദി അൽമാഫി എന്നാണ് ഈ ഒരു പെർഫ്യൂമിന്റെ പേര്. നല്ല അടിപൊളി പ്രസന്റേഷനും കാര്യങ്ങളും ഒക്കെയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ ദാ പെർഫ്യൂം ഇങ്ങനെയാണ് ഇത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഇത് ആക്ച്വലി എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഇപ്പോൾ ഏകദേശം 2 ദിവസത്തോളം ആകുന്നു. ഞാനിത് ഒന്ന് ചെറുതായിട്ട് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കി. ഇതിന്റെ ആറ്റമൈസർ ഒക്കെ പക്കാ കിടിലുമാണ്. നല്ല കിടിലൻ സെൻ പ്രൊഫൈലുമാണ് ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഫ്രഷ് ഫ്ലോറൽ ജിഞ്ചർ അരോമാറ്റിക് അതിൻ്റെ വൈബൊക്കെയാണ് വരുന്നത്. ഒന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ഓറഞ്ച് തോട്ടത്തിൻ്റെ നടുക്കൂടെ നടന്നു പോയി കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും, അതായത് അത്രയധികം റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഫ്രഷ് ഫ്രാഗ്രൻസ് ആണിത്. പക്ഷേ ഇതിനകത്തൊരു ക്യാച്ച് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ സംഭവം പ്രൊജക്റ്റ് ചെയ്യുന്നേ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇത്ര നല്ലൊരു സെൻ പ്രൊഫൈൽ പെർഫോം ചെയ്യുന്നില്ല എന്ന ഒരു നെഗറ്റീവ് മാത്രമേ ആക്ച്വലി ഇതിലുള്ളൂ. എനിക്ക് തോന്നുന്നു ഇത് പ്രോപ്പറായിട്ട് ഒന്ന് ഷെൽഫിലൊക്കെ വെച്ചിട്ട് ഒരു പ്രോപ്പർ മാസറേഷനൊക്കെ കഴിഞ്ഞാൽ മാത്രമേ ഇത് പെർഫോം ചെയ്യുന്നുള്ളൂ തോന്നുന്നു. കാരണം ഇപ്പം ഇത് ആക്ച്വലി ഞാൻ എത്ര അടിച്ചിട്ടും ഒരു 20-25 സ്പ്രേ അടിച്ചിട്ടും ഇത് കാര്യമായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ക്ലോത്തിൽ അത്യാവശ്യം ഒരു 5 അവർ 6 അവർ ഒക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ സംഭവം ഒട്ടും പ്രൊജക്റ്റ് ചെയ്യുന്നില്ല. ഈ ഒരു പെർഫ്യൂം ആക്ച്വലി ഞാൻ വാങ്ങുന്നത് ഏകദേശം 2000 രൂപയ്ക്കാണ്. 2000 രൂപയ്ക്ക് ഈ ഒരു പെർഫ്യൂം വാങ്ങിയപ്പോഴാണ് ലത്താഫ കാമ്രവാഹയൊക്കെ എത്രത്തോളം ഓവർ പ്രൈസ്ഡ് ആണെന്ന് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ഇത്ര നല്ലൊരു സെൻ പ്രൊഫൈലാണ് നമുക്ക് 2000 രൂപ കിട്ടുന്നത്. ദി ഓൺലി ഡൗൺ സൈഡ് ഈസ് ഇത് പെർഫോം ചെയ്യുന്നില്ല. എന്തായാലും നമുക്ക് മാസറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി ഇതിൽ പ്രോപ്പറായിട്ട് ഒരു റിവ്യൂ ചെയ്യാം.